ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഷോർട്ട് ഫിലിം സീരീസിന്റെ ഫോർത്ത് ഡേ ആയിട്ടുള്ള ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഷോർട്ട് ഫിലിമിന്റെ പേര് ഭൂതയാനം. ഭാവന സ്റ്റുഡിയോ നമ്മളുടെ മുന്നിലോട്ട് എത്തിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഭാവന സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ക്വാളിറ്റി അതിനകത്ത് ഉണ്ടാവും. സോ ഈ ഷോർട്ട് ഫിലിമിലോട്ട് വരാണെങ്കിൽ ഭൂതയാനം ഒരു ഹൊറർ ഷോർട്ട് ഫിലിമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ഹൊറർ ഷോർട്ട് ഫിലിം ആണോന്ന് വെച്ചാൽ അല്ല. നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുന്നൊരു ഹൊറർ ഷോർട്ട് ഫിലിമാണ്. സോ ഇതിന്റെ കഥ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുത്തശ്ശി അവര് ആ വീട്ടിൽ ഒറ്റയ്ക്കാണ്. നാട്ടിലെ വീട്ടിൽ ഒറ്റയ്ക്കാണ്. കൂടെ ഒരു സെർവന്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് അവരാ ഒരു അലോൺനെസ് അനുഭവിക്കുന്നത് ആഹ് നമുക്ക് അവരുടെ പെയിൻ അറിയാൻ പറ്റും. അവരാഗ്രഹിക്കുന്നുണ്ട് അവരുടെ മോനെ, മരുമോളെ, കുട്ടിയെയൊക്കെ ഒന്ന് അടുത്ത് കിട്ടാനും ആഹ് പേരക്കുട്ടിയായിട്ട് ഇവർക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ അതിനൊന്ന് കിട്ടാ അല്ലെ ആ കുട്ടിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്ക് നടക്കുന്നില്ല. സോ അവര് ലാസ്റ്റ് ഒരു ഡിസിഷനിലോട്ട് എത്തുകയാണ്. ആ ഡിസിഷൻ നിങ്ങൾക്ക് ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ അതിനുശേഷം നാട്ടിലേക്ക് മോനും മരുമോളും പേരക്കുട്ടിയും കൂടി വരുന്നു. വന്നതിന് ശേഷം ആ കുട്ടി ഈ ഗ്രാൻഡ്മയായിട്ട് കണക്ട് ചെയ്യാണ്. ഗ്രാൻഡ്മ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ കുട്ടിക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല. പക്ഷേ അവര് തമ്മില് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ അവര് എന്താ പറയാ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഈ കുട്ടിയിലോട്ട് ഈ ഗ്രാൻഡ്മ എത്തിന്നുള്ളൊരു കാര്യം. പക്ഷേ ഈ ഒരു ഷോർട്ട് ഫിലിം നമ്മള് കാണുമ്പോ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. കാരണം ഇന്ന് കേരളത്തില് പല വീടുകളിലും ഇതുപോലെ തന്നെ പാരന്റ്സ് ഒറ്റയ്ക്കാണ്. എല്ലാവരും പുറത്താണ്. സോ അവരനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, ആ പെയിൻ കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിന്റെ കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ നമുക്കങ്ങനെ മനസ്സിലാവാം. അത് അതേ ഡെപ്തിൽ എത്തിക്കാനായിട്ട് കെ.പി.സി. ലീലക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആ വോയിസ് മോഡുലേഷൻ ഒരു രക്ഷയില്ല മാൻ. നമ്മള് എന്താ പറയാ, മലയാളത്തിന്റെ ഒരു അഭിമാനമാണ് ഈ കെ.പി.സി. ലീല. നമുക്കറിയാം നമ്മുടെ എക്കോ സിനിമേനകത്ത് ആഹ് സൗണ്ട് കൊടുത്തിരിക്കുന്നത് കെ.പി.സി. ലീലയാണ്. ആ ഒരു കഥാപാത്രത്തിന് മ്ലാതി ചേട്ടത്തിക്ക് ഇത്രയും ഡെപ്ത് കിട്ടാനുള്ള കാരണം ആ ഒരു വോയിസാണ്. സോ അവരിങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഗ്രാൻഡ് കണ്ടു. ഒക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത് അവരുടെ ആ ഒരു ഡയലോഗ് ഡെലിവറി, അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഒരു ഈ കൊറിയൻ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ പുറത്ത് കൊറിയൻ അതുപോലെ തന്നെ മറ്റു ഭാഷകളിൽ കാണുന്ന ഒരു പ്രേതത്തിന്റെ ആഹ് സ് എന്താ പറയാ പ്രേതം ശരീരത്തുള്ള ഒരാളുടെ ഒരു രൂപമില്ലേ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു മുത്തശ്ശി. അതായിക്കഴിഞ്ഞു. മലയാളത്തിന്റെ ഒരു ഹൊറർ മുത്തശ്ശി ആയിക്കഴിഞ്ഞു കെ.പി.സി. ലീലോ. സോ ഈ ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ടോണി ഡേവിസ് ആണ്. എഴുതിയിരിക്കുന്നത് പ്രതീക് തോമസ് ആണ്. ഭാവന സ്റ്റുഡിയോ ആണ് ഞാൻ പറഞ്ഞില്ലേ. ഭാവന സ്റ്റുഡിയോയുടെ എല്ലാ ഷോർട്ട് ഫിലിംസിനും നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും. ഇതിന്റെ ക്യാമറ വർക്ക് എടുത്ത് പറയണം. നല്ല ആംഗിളിലാണ് ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. കളർ ഗ്രേഡും അടിപൊളിയാണ്. ഭയങ്കര നമ്മളെ പേടിപ്പിക്കുന്ന മ്യൂസിക് ഒന്നുമില്ല. ഈ ഒരു ഷോർട്ട് ഫിലിം ഡിമാൻഡ് ചെയ്യുന്നൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അത് മാത്രമേ ഇതിനകത്തുള്ളൂ. അല്ലാണ്ട് ഹൊറർ എന്ന് വിചാരിച്ച് സകല സ്ഥലത്തുനിന്നും ഒച്ച കൂട്ടിയുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് മറ്റൊരു ക്യാരക്ടറിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആ കുട്ടിയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന വൃദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ്. അവള് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് സംസാരശേഷിയില്ല. പക്ഷേ ആ സൈൻ ലാംഗ്വേജ് അവള് യൂസ് ചെയ്യുന്ന രീതിയും ആ കുട്ടിയുടെ പാരന്റ്സും യൂസ് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ട് ചെയ്യുന്നതാണ്. അതായത് വെറുതെ ഒരു വെറുതെ ഒന്ന് ആക്ഷൻ കാണിച്ച് പോകുമ്പോ ആക്ഷൻ പറയുമ്പോ ജസ്റ്റ് അവര് അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനമല്ല. കറക്റ്റ് ആയിട്ടൊരു സൈൻ ലാംഗ്വേജ് പഠിച്ചവര് നല്ല റിസർച്ച് നടത്തിയിട്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി ഇറങ്ങിയേക്കണത് എന്നുള്ളത് നമുക്ക് ആ ഒരു ഇതില് നമുക്ക് മനസ്സിലാവും. അത്ര വൃത്തിക്കാണ് ആ സൈൻ ലാംഗ്വേജ് ഒക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ മലയാളത്തിലെ ദ ബെസ്റ്റ് ഷോർട്ട് ഫിലിം ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എനിക്ക് 100% വിശ്വാസമുണ്ട്. ഞാൻ ദാ റെക്കമെൻഡ് ചെയ്യാണ്. ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ കൊടുത്തിരിക്കാം. ഈ ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കമന്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.